അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തസ്ഗിയത്തുൽ വിൽദാൻ, അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം ഫാത്തിഹത്തുൽ കിതാബ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഫാത്തിഹത്തുൽ കിതാബ് അഥവാ ഫാത്തിഹയെ കുറിച്ചാണ്. മക്കാനത്തു ഹാദിഹി സൂറ, ഈ സൂറത്തിൻ്റെ പദവി. ഈ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബാണ്, ഖുർആനിൻ്റെ പ്രാരംഭം എന്നാണ് ഇതിനർത്ഥം. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ തുടങ്ങപ്പെട്ടത് ഇതുകൊണ്ടാണ്. ഫാത്തിഹത്തുൽ കിതാബ് ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായമാണ്. ഫാത്തിഹത്തുൽ കിതാബ് ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുർആനിൻ്റെ അടിസ്ഥാനം, കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഫാത്തിഹത്തുൽ കിതാബ് സബഉൽ മസാനിയാകുന്നു. എല്ലാ നിസ്കാരത്തിലും ആവർത്തിച്ച് ഓതപ്പെടുന്ന സൂറത്തായതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഫാത്തിഹത്തുൽ കിതാബിന് ഷാഫിയ എന്നും പേരുണ്ട്. കാരണം ഫാത്തിഹ എല്ലാ അസുഖങ്ങൾക്കും ശമനമാകുന്നു. എത്ര കാര്യങ്ങളാണ് നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത് ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിസ് സബൂർ വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹാ വ ഇന്നഹാ സബഉം മിനൽ മസാനി വൽ ഖുർആനുൽ അലീമുൽ ലദീ ഊതീതുഹു. അതിൻ്റെ അർത്ഥം, നബി തങ്ങൾ പറയുന്നു, എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെയാണ് സത്യം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ അള്ളാഹു ഇറക്കിയിട്ടില്ല. അത് സബുൽ മസാനിയാകുന്നു, എനിക്ക് നൽകപ്പെട്ട ഖുർആനുമാകുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതലും ശേഷം ആമീൻ പറയലും സുന്നത്താണ്. അത് രണ്ടും ഖുർആനിൽ പെട്ടതല്ല. എന്നാൽ ബിസ്മി ഖുർആനിൽ പെട്ടതും ഫാത്തിഹയിലെ ഒരു ആയത്തുമാണ്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ ആ ഫാത്തിഹയുടെ തഫ്സീറാണ് നോക്കുന്നത്. തഫ്സീർ. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർ റഹ്മാൻ, ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ. അർ റഹീം, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ. അൽഹംദുലില്ലാ, എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ. അർ-റഹ്മാനി റഹീം, അതിപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്ത് തന്നെ അർ-റഹ്മാൻ അർ-റഹീം ഈ രണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നോക്കൂ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദ്, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിന, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. സിറാത്തൽ മുസ്തഖീം, നേർവഴിയിൽ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. അതായത് നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ എന്നിവരുടെ വഴി. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ ശിക്ഷയ്ക്കിരയായവരുടേതല്ല. വലല്ലാലീൻ, പിഴച്ചവരുടേതുമല്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഫാത്തിഹയുടെ തഫ്സീർ. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നക്ർ, വായിക്കാനുള്ളതാണ്. ഗബദ യഗ്ബുദു ഇബാദത്ത്. അൻഗമ യുൻഗിമു ഇൻഗാം. അൻസല യുൻസിലു ഇൻസാൽ. വസിയ യസഉ സഅദ്. ഇസ്തഗാന യസ്തഗീനു ഇസ്തിഗാന. അടുത്തത് നോക്കൂ. നക്റയിലെ രണ്ടാമത്തെ പ്രവർത്തനം. അവിടെ നമുക്ക് ജം ആണ് കൊടുത്തിരിക്കുന്നത്. ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. നൗഉൻ, അതിൻ്റെ ജം അൻവാ. ദാബത്തുൻ, അതിൻ്റെ ജം ദവാബ്. ഹാമത്തുൻ, അതിൻ്റെ ജം ഹവാം. ത്വൈറും, അതിൻ്റെ ജം തുയൂർ. സമക്കുൻ, അതിൻ്റെ ജം അസ്മാക്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം. നക്തുബു അദദൽ ഹുറൂഫിൽ ഹിജാഇയ്യതി ഫീ കുല്ലി കലിമ. ഇവിടെ താഴെ നമുക്ക് ഓരോ കലിമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നോക്കൂ, അദദുൽ ഹുറൂഫ്, അതായത് ഹർഫുകളുടെ എണ്ണം എഴുതണം. അപ്പോൾ കലിമത്ത് എന്നുള്ള ബോക്സിൽ നോക്കൂ, മിൻ. അതിൽ
എത്ര ഹർഫുകളുണ്ട്? മീമുണ്ട്, നൂനുണ്ട്, അപ്പോൾ 2. അതുപോലെ അസ്ലുൻ, അതിലെത്ര ഹർഫുണ്ട്? 3. അലിഫ്, സ്വാദ്, ലാമ്. മൂന്നാമത്തത് നോക്കൂ, ഷിഫാവുൻ, അവിടെ എത്ര ഹർഫുകളുണ്ട്? ഷീന്, ഫാഇനെ നീട്ടാനുള്ള അലിഫ്, പിന്നെ ഹംസ. നാലാമത്തത് നോക്കൂ, ഇഞ്ചീൽ, അതിൽ 5 ഹർഫുകളുണ്ട്. അലിഫ്, നൂന്, ജീമ്, ജീമിനെ നീട്ടാനുള്ള യാ, ലാമ്. അടുത്തത് നോക്കൂ, മുസ്തഖീം, അതിൽ 6 ഹർഫുകളുണ്ട്. മീമ്, സീന്, താ, ഖാഫ്, യാ, മീമ്. കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. അടുത്തത് നോക്കൂ, അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം നക്തഷിഫുൽ ഇജാബാത്ത്, അതായത് ഉത്തരം കണ്ടെത്തി എഴുതാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, മാദാ യുസന്നു ബഅദൽ ഫാത്തിഹ. അതിന്റെ അർത്ഥം ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്താകും എന്ത്? ഉത്തരം ആമീൻ പറയൽ. രണ്ടാമത്തെ ചോദ്യം, ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ലിമ, അതായത് ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ ഖുർആൻ ആണ്, കാരണം എന്ത്? ഉത്തരം ഖുർആനിലെ ഏറ്റവും മഹത്തായ അധ്യായമായ ഫാത്തിഹ ഖുർആനിന്റെ അടിസ്ഥാനം എന്ന അർത്ഥത്തിലാണ് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, മൻ ഹഉലാഇൽ ലദീന അൻഅമല്ലാഹു അലൈഹിം, അതിന്റെ അർത്ഥം അല്ലാഹു തആല അനുഗ്രഹം ചെയ്തവർ ആരാണ്? ഉത്തരം നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവർ. നാലാമത്തെ ചോദ്യം, ഹലിൽ ബസ്മലത്തു ആയത്തും മിനൽ ഖുർആൻ, അതായത് ബിസ്മി ഖുർആനിൽപ്പെട്ട ഒരു ആയത്താണോ? ഉത്തരം അതെ, ബിസ്മി ഖുർആനിൽപ്പെട്ടതും ഫാത്തിഹയിലെ ഒരു ആയത്തുമാണ്. അഞ്ചാമത്തെ ചോദ്യം, ലിമ തുസമ്മൽ ഫാത്തിഹത്തു ബിശ്ശാഫിയ, അതിന്റെ അർത്ഥം ഫാത്തിഹത്തുൽ കിതാബിന് ഷാഫിയ എന്ന പേര് വരാനുള്ള കാരണം? ഉത്തരം ഫാത്തിഹ എല്ലാ അസുഖങ്ങൾക്കും ശമനമായതിനാലാണ് ഫാത്തിഹയ്ക്ക് ഷാഫിയ എന്ന പേര് ലഭിച്ചത്. അടുത്ത പ്രവർത്തനം നോക്കൂ, നുകവ്വിനുൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമ്മളവിടെ വാക്യം ഉണ്ടാക്കാനാണ്. ഒന്ന് നോക്കൂ, ഫി സൂറത്തിൽ ഫാത്തിഹത്തി സബു ആയാത്ത്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളടത്ത് എന്തൊക്കെയാണ് എഴുതുക അത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് അൽ ഇഖ്ലാസ്, അന്നാസ്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ അവിടെ എഴുതാം. ഫി സൂറത്തിൽ ഇഖ്ലാസി അർബഉ ആയാത്ത്. രണ്ടാമത്തതിൽ ഫി സൂറത്തിൻ നാസി സിത്തു ആയാത്ത്. നക്തബു കമാഫിൽ മിസാൽ, അതിലെ രണ്ടാമത്തത് നോക്കൂ, അല്ലാഹു ഹുവർ റഹ്മാൻ. അടുത്തത് അല്ലാഹു ഹുവർ റഹീം. അടുത്തത് അല്ലാഹു ഹുവൽ മലിക്. ഇനി നക്തബു കമാഫിൽ മിസാൽ, അതിലെ മൂന്നാമത്തത് നോക്കൂ, ഫാത്തിഹത്തുൽ കിതാബി ഹിയ ഉമ്മുൽ ഖുർആൻ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് ഫാത്തിഹയുടെ പേരുകളാണ്. അപ്പോൾ ഹിയ സബുൽ മസാനി, ഹിയ ഷാഫിയ, ഹിയ ഫാത്തിഹത്തുൽ ഖുർആൻ. അതിലെ നാലാമത്തെ പ്രവർത്തനം നോക്കൂ, നുഫസ്സിറു ഫീ ലുഗത്തിന, അതായത് മാതൃഭാഷയിൽ തഫ്സീർ എഴുതാനുള്ളതാണ്. ഇവിടെ താഴെ കുറച്ച് നമുക്ക് ആയത്തുകൾ തന്നിട്ടുണ്ട്, ഫാത്തിഹയിലെ ആയത്തുകൾ തന്നിട്ടുണ്ട്, അതിന്റെ തഫ്സീറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിന്റെ അർത്ഥം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. രണ്ടാമത്തത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. അപ്പൊ അതാണ് അതിന്റെ തഫ്സീറായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ തഫ്സീർ ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനും പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അടുത്ത തഹസീസ്, അസൈൻമെന്റ് എഴുതാനുള്ളതാണ്. നുഇദ്ദു ഫിക്റത അനി സിറാത്തിൽ മുസ്തഖീം, നേർമാർഗം എന്നതിനെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. അപ്പൊ അത് നമുക്ക് നോക്കാം. നേർവഴി അള്ളാഹു നിർദ്ദേശിക്കുന്ന വഴിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിക്കുന്ന വഴിയും അത് തന്നെ. അള്ളാഹു അനുഗ്രഹിച്ചവരെല്ലാം ഈ വഴിയാണ് തിരഞ്ഞെടുത്തത്. അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരും വഴിപിഴച്ചവരും ഈ വഴിയെ തിരസ്കരിക്കുകയായിരുന്നു. അള്ളാഹുവിനും റസൂലിനും ആരെങ്കിലും വഴിപ്പെട്ട് നടന്നാൽ അവർ പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച നബിമാർ,
സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും. സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയവരാണവർ. അവർ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതായ സത്യമതമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ്. അവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. അവർ സ്വീകരിച്ച വഴിയാണ് നേരായ മാർഗം. ഇത് അള്ളാഹുവിലേക്കുള്ള മാർഗവും അവൻ ഇഷ്ടപ്പെടുന്ന മാർഗവുമാണ്. അപ്പം ഇത്രയാണ് നമ്മൾ അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാടും അതിൻ്റെ തദ്രീബാത്തും മനസ്സിലായല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.